വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടെ പൊതുവേദിയിൽ ഒരുമിച്ചെത്തി തമിഴ് സൂപ്പർ താരങ്ങളായ വിജയും തൃഷയും. ഇന്ന് വൈകിട്ട് ചെന്നൈയിൽ നടന്ന വിവാഹ വിരുന്നിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. തമിഴിലെ പ്രശസ്ത നിർമ്മാതാവും വ്യവസായിയുമായ കലൈപതി എസ് സുരേഷിന്റെ മകന്റെ വിവാഹ വിരുന്നിലാണ് ഇരുവരും ഒരു കാറിലെത്തിയത്. വിജയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭാര്യ സംഗീത സ്വർണ്ണലിംഗം സമർപ്പിച്ച ഹർജിയിലെ വിവരങ്ങൾ പുറത്തുവന്ന ദിവസങ്ങൾക്കകമാണ് ഇരുവരും പൊതുവേദിയിൽ ഒന്നിച്ചെത്തുന്നത്. ഒരു നടിയുമായി വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം. നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് വാക്ക് നൽകിയിരുന്നെങ്കിലും വിജയ് അത് ലംഘിച്ചുവെന്ന് ഹർജിയിൽ സംഗീത വ്യക്തമാക്കിയിരുന്നു. ഹായ്, ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിഷയം ഇന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വിജയും തൃഷയും തമ്മിൽ ഒരു കല്യാണ ഫംഗ്ഷനിൽ വന്നു, രണ്ടുപേരും ഒരുമിച്ച് വന്നു എന്നതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, തമിഴ് സിനിമയിലെ ദളപതി വിജയുടെ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് വലിയൊരു വഴിത്തിരിവിലാണ്. ആരാധകർ ഏറെ ആദരവോടെ കണ്ടിരുന്ന വിജയ് സംഗീത ദാമ്പത്യം തകർച്ചയുടെ വക്കീലാണെന്നുള്ള വാർത്തകൾ വെറും ഗോസിപ്പുകളല്ല എന്നുള്ള വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. ഒരു വശത്ത് രാഷ്ട്രീയ പ്രവേശനത്തിന്റെ തിരക്കുകളും മറുവശത്ത് കുടുംബ കോടതിയിലെ നിയമ പോരാട്ടങ്ങളും. ഇതിനിടയിലേക്കാണ് നടി തൃഷയ്ക്കൊപ്പം വിജയ് ഒരു വിവാഹ ചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ഈ ഒരു കാര്യം വലിയൊരു സ്ഫോടനമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വിജയും തൃഷയും നിറഞ്ഞു നിൽക്കുകയാണ്. സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നിർമ്മാതാവായിട്ടുള്ള കൽപ്പാത്തി എസ് സുരേഷിന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിനാണ് ഇരുവരും എത്തിയത്. അവരെത്തിയ രീതിയും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതും ഒരേ കാറില്, പിന്നെ പരസ്പരം മാച്ച് ആകുന്ന വസ്ത്രങ്ങൾ ധരിച്ചാണ് അവർ വേദിയിലെത്തിയത്. വെറും ഒരു സൗഹൃദ സന്ദർശനമായിട്ട് ഇതിനെ കാണാൻ എന്തായാലും ആരാധകർക്ക് കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിജയുടെ എല്ലാ പ്രധാന ചടങ്ങുകളിലും നിന്നും ഭാര്യ സംഗീതയും മക്കളും വിട്ടു നിൽക്കുകയായിരുന്നല്ലോ. വിജയ് തന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച ആ വേളയിൽ പോലും കുടുംബത്തിന്റെ അഭാവം പ്രകടമായിരുന്നു. ആ വിടവിലേക്കാണ് തൃഷയുടെ സാന്നിധ്യം കടന്നു വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വലിയ രീതിയിൽ ഒരു വാർത്ത തന്നെയാകും. അപ്പൊ അതുകൊണ്ട് തന്നെ സംഗീതന ആരോപണങ്ങൾ എന്ന് പറയുന്നത് വളരെ ആഴമുള്ളതാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന ഹർജിയിലെ ഉള്ളടക്കം അതീവ ഗൗരവമുള്ളതാണ്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് ഇരുവരും വിവാഹിതരായത്. ഈ നിയമത്തിലെ 27(1)(a)യും 27(1)(d)യും ഈ വകുപ്പുകൾ പ്രകാരമാണ് സംഗീത വിവാഹമോചനം തേടിയിരിക്കുന്നത്. ഇതിലെ ഒന്ന് അഡൾട്ടറിയാണ്, അഥവാ വിവാഹേതര ബന്ധമാണ്. 2021 മുതൽ തങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും ഒരു പ്രമുഖ നടിയുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇതിന് കാരണമെന്ന് സംഗീത ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് വിജയ് ഉറപ്പ് നൽകിയിട്ട് പോലും അത് ലംഘിക്കപ്പെട്ടു എന്നാണ് ഹർജിയിൽ പറയുന്നത്. ഇത് കേവലം ഒരു കുടുംബ കലഹമൊന്നുമല്ല, മറിച്ച് നിയമപരമായിട്ട് വലിയൊരു പോരാട്ടമായിട്ട് തന്നെ മാറിക്കഴിഞ്ഞു. നമുക്കറിയാലോ, നമ്മുടെ സൈബർ ഇടം എന്ന് പറയുന്നത് ഒരു കോടതിയാണ്, വേറൊരു കോടതിയാണ്. അവിടെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു യുദ്ധക്കളം തന്നെയാണ് മാറിയിരിക്കുന്നത്. വിജയുടെ കുടുംബം തകരാൻ കാരണം തൃഷയാണെന്നുള്ള ആരോപണം വലിയ രീതിയിൽ ശക്തമാവുകയാണ്. വലിയ വിഭാഗം ആരാധകർ തന്നെ നടിക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ ലിയോ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും തൃഷയ്ക്കെതിരെ ഇത്തരത്തിലെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം മറുപടി നൽകുന്ന തരത്തിലായിരുന്നു പൊതുവേദികളിൽ ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത് എന്നതുള്ള ശ്രദ്ധേയമാണ് കേട്ടോ. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നുള്ള സന്ദേശമാണോ അതോ തങ്ങളുടെ ബന്ധം പരസ്യമാക്കുകയാണോ ഇവർ ചെയ്യുന്നതെന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. എന്നാലും ഈ തർക്കങ്ങൾക്കിടയിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള വശം എന്ന് പറയുന്നത് മക്കളുടെ നിലപാട് തന്നെയാണ്. മകൻ ജെയ്സൺ സഞ്ജയും അതുപോലെ മകൾ ദിവ്യ സാക്ഷിയും നിലവിൽ അമ്മ സംഗീതയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് കുടുംബത്തിന്റെ പിന്തുണ ഇല്ലാത്തതും അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടി തന്നെയാകും. എന്നാലും സംഗീതയെ അനുനയിപ്പിക്കാനൊക്കെ വിജയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഹർജി പിൻവലിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാലും ഈ വാർത്തകൾ പുറത്തു വന്നതോടെ എന്താണെന്നറിയാലോ, കഴിഞ്ഞ ദിവസം തൃഷയും വിജയും കല്യാണ വേദിയിൽ ഒരുമിച്ച് പങ്കെടുത്ത ആ വാർത്ത പുറത്തു വന്നതോടെ മലയാളി പ്രേക്ഷകരുടെ കമന്റ് ബോക്സുകളിൽ നിറയുന്നത് മറ്റൊരു പ്രധാന ചർച്ചയാണ്. അതിനെ എടുത്ത് പറയണ്ടല്ലോ, പലരും ഇതിനെ താരതമ്യം ചെയ്യുന്നത് നമുക്കറിയാം മലയാള സിനിമയിലെ ദിലീപ്, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ വിഷയവുമായാണ്. അന്ന് ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോഴും അതിന് കാരണം കാവ്യാണെന്ന തരത്തിൽ വലിയ രീതിയിലെ ആരോപണം ഉണ്ടായിരുന്നല്ലോ. അന്ന് ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളായിട്ടുള്ള മീനാക്ഷി അച്ഛനോടൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത്. പക്ഷെ ഇവിടെ വിജയുടെ മക്കളായിട്ടുള്ള സഞ്ജയും ദിവ്യയും അമ്മ സംഗീതയ്ക്കൊപ്പമാണ് നിൽക്കുന്നതെന്നുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. സമാനമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവിടെയും ദൃശ്യമാകുന്നതല്ലേ. നീണ്ട കാലത്തെ ദാമ്പത്യം, അതായത് ദിലീപിനെയും മഞ്ജുവിനെയും പോലെ തന്നെ വിജയും സംഗീതയും ദശാബ്ദങ്ങൾ നീണ്ട ദാമ്പത്യത്തിന് ശേഷമാണ് അവർ വേർപിരിയുന്നത്. ഇവിടെയും എന്താണ് സൗഹൃദം എന്നുള്ള വാദമാണ് വന്നത്. അതായത് ദിലീപും കാവ്യയും വന്ന് പറഞ്ഞിരുന്ന എന്താണ്,
തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് എന്നായിരുന്നു. ഇപ്പോൾ വിജയ് തൃഷ വിഷയത്തിലും ആരാധകർ കേൾക്കുന്നത് ഇതേ മറുപടിയാണ്. ഇനി പൊതുവേദികളുടെ സാന്നിധ്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. വിവാദങ്ങൾക്കിടയിലും പൊതു ചടങ്ങുകളിൽ പോലും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത് അന്ന് ദിലീപ് കാവ്യ വിഷയത്തിലും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ചരിത്രം ആവർത്തിക്കപ്പെടുകയാണോ എന്നുള്ള ചോദ്യം കേരളത്തിലെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ സജീവമാകുന്നത് കേട്ടോ. കാരണം നമ്മൾ മലയാളികൾ പൊളിയാണല്ലോ. ഇത്തരം ഒരു വാർത്ത കിട്ടിയാൽ നമ്മൾ താരതമ്യേന നമ്മുടെ കേരളത്തിലെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാറുണ്ട്. എന്തായാലും മഞ്ജു വാര്യരെ പോലെ സംഗീതയും തന്റെ മക്കൾക്കൊപ്പം ഉറച്ച നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ഇവിടെ വിജയും തൃഷയും ആ ഒരു വിവാഹ സൽക്കാരത്തിൽ ഒന്നിച്ചെത്തിയത് കേവലം ഒരു യാദൃശ്ചികമായിട്ട് ആരും കാണുന്നൊന്നുമില്ല കേട്ടോ. രാഷ്ട്രീയത്തിലെയും വ്യക്തി ജീവിതത്തിലെയും പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന വിജയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം പല രീതിയിൽ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്കിനി ഒളിക്കാനില്ല എന്നുള്ള പ്രഖ്യാപനം. അതായത് വർഷങ്ങളായിട്ട് വിജയുടെയും തൃഷയുടെ പേര് ചേർത്ത് ഗോസിപ്പുകൾ വരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും ലിയോ സിനിമയ്ക്ക് ശേഷം ഇത് ശക്തമാവുകയാണ് ചെയ്തത്. തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളെ ഭയപ്പെടുന്നില്ല എന്നും അത് എന്ത് തന്നെയായാലും പരസ്യമായിട്ട് മുന്നോട്ട് പോകാനുമാണ് ഇരുവരും തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഒരു സൂചനയാകാം ഇത്. എന്തായാലും ഗോസിപ്പുകളെ പേടിച്ച് മാറി നിൽക്കുന്നതിന് പകരം ഫേസ് ചെയ്യുക എന്നുള്ള തന്ത്രമാകാം ഇത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സംഗീതയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്നുള്ളൊരു സൂചന. വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച സമയത്തോ അല്ലെങ്കിൽ മറ്റു പ്രധാന ചടങ്ങുകളിലൊന്നും സംഗീത എത്തിയിരുന്നില്ല. വിവാഹമോചന കേസ് കോടതിയിൽ എത്തിയ സാഹചര്യത്തിൽ ഇനി ഒരു തിരിച്ചു പോക്കില്ല എന്ന് ഉറപ്പായത് കൊണ്ടാകാം വിജയ് ഇത്തരമൊരു പൊതുവേദിയിൽ തൃഷയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടത്. തന്റെ സ്വകാര്യ ജീവിതത്തിലെ മാറ്റങ്ങൾ ആരാധകർക്ക് മുന്നിൽ പരോക്ഷമായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തൃഷ നൽകുന്ന പിന്തുണയാണ് കേട്ടോ. കാരണം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന നിർണായകമായിട്ടുള്ള ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു മാനസിക പിന്തുണ തൃഷ നൽകുന്നുണ്ട്. സിനിമയ്ക്ക് പുറമെ രാഷ്ട്രീയ കാര്യങ്ങളിലും തൃഷയുടെ ഉപദേശങ്ങൾ വിജയ് തേടുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ തന്റെ രാഷ്ട്രീയ യാത്രയിൽ തൃഷ കൂടെ ഉണ്ടാകാം എന്നൊരു സന്ദേശം കൂടിയാകാം ഈ ഒരു വരവ് എന്ന് തോന്നുന്നു. ഈ തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും താരങ്ങളുടെ വ്യക്തി ജീവിതത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് ഒരൊന്നാണ് കേട്ടോ. അതായത് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്ന വോട്ടർമാർക്കിടയിൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു നടിക്കൊപ്പം പോകുന്നത് വിജയുടെ ഇമേജിനെ ബാധിക്കുമെന്ന് ഒരു വിഭാഗം നിരീക്ഷകരും കരുതുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തെ എതിർ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ചെയ്യുന്നത്, അതൊരു ആയുധമാക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ കേരളത്തിൽ ദിലീപിനും കാവ്യയ്ക്കും നേരിടേണ്ടി വന്ന അതേ നെഗറ്റീവ് ഇമേജ് തമിഴ്നാട്ടിലെ വിജയ്ക്കും തൃഷയ്ക്കും നേരിടേണ്ടി വരുമോ എന്നതാണ് പ്രധാന ചോദ്യം. സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തെയും രാഷ്ട്രീയ നിലപാടുകളെയും സ്നേഹിക്കുന്നവർക്ക് ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വലിയ പ്രശ്നമൊന്നും ആകില്ല. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, വെറും ഒരു വിവാഹത്തിൽ പങ്കെടുത്തു എന്നതിലുപരി വിജയ് നൽകുന്ന കൃത്യമായിട്ട് ചില സൂചനകളുണ്ട്. തമിഴകത്തെ വരാനിരിക്കുന്ന മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന ഒരാൾ തന്റെ വ്യക്തി ജീവിതം ഇങ്ങനെ പരസ്യമാക്കുമ്പോൾ അത് ബോധപൂർവമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ള ഉറപ്പാണ്. ദിലീപും കാവ്യയും പണ്ട് ഇതേപോലെ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ബോഡി ലാംഗ്വേജ് ഇവിടെ വിജയുടെയും തൃഷയുടെ കാര്യത്തിലും പ്രകടമാണ്. ഇത് സംഗീതയുമായിട്ടുള്ള ബന്ധം ഇനി കൂട്ടിമുട്ടിക്കാനാവില്ല എന്നതിന്റെ ഒരു അവസാന പ്രഖ്യാപനമാണോ, അത് വെറും സൗഹൃദമാണോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാണാം. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ ഇന്റർനെറ്റ് ലോകം രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന് എന്ന് പറയുന്നത് ഇതിനെ രണ്ട് സുഹൃത്തുക്കളുടെ ഒത്തുചേരൽ എന്നും, പിന്നെ വലിയൊരു ഭാഗം സ്ത്രീ പ്രേക്ഷകരും കുടുംബങ്ങളും കടുത്ത വിമർശനവുമായിട്ട് രംഗത്തെത്തുന്നവരാണ് മറുവശത്ത്. നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകർ എന്താണ് പറയുന്നത്, ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളത്. വൈകാതെ തന്നെ വിജയും തൃഷയും വിവാഹിതരാകുന്നത് നമുക്ക് കാണാമെന്ന്. കാരണം ദിലീപിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഒടുവിൽ സത്യം പുറത്തു വരുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ സംഗീതയ്ക്ക് പിന്തുണ കൊടുക്കുന്നവരുണ്ട് കേട്ടോ. വർഷങ്ങളോളം കൂടെ നിന്ന ഭാര്യയും മക്കളെയും രാഷ്ട്രീയ മോഹങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് ഭൂരിഭാഗം പേരും. അതുമാത്രമല്ല സംഗീതയുടെ ധീരമായിട്ടുള്ള നിലപാടിനെ പലരും പ്രശംസിക്കുന്നുമുണ്ട്. പിന്നെ നിർഭാഗ്യവശാൽ എന്ന് പറയുന്നത് ഈ വിവാദങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം തൃഷയുടെ തലയിൽ കെട്ടിവെച്ച് നടിക്കെതിരെ മോശമായിട്ടുള്ള രീതിയിൽ സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വിജയ് എന്ന നടന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നാലും സിനിമയിലെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഫാമിലി മാൻ ഇമേജിന് വിരുദ്ധമായിട്ടുള്ള ഇത്തരം വാർത്തകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. വ്യക്തി ജീവിതം ഒരാളുടെ സ്വകാര്യ അവകാശമാണെങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങൾ അദ്ദേഹത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. എന്തായാലും ഏപ്രിൽ 20 കോടതിയിൽ ഹാജരാകാൻ വിജയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലും സിനിമയിലും വലിയ മാറ്റങ്ങൾക്ക് തന്നെ വഴിവെക്കും.
അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കാണുന്ന താരങ്ങളുടെ ജീവിതം വെള്ളിത്തിരയിലേതുപോലെ തന്നെ അത്ര സുന്ദരമാകണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു ദാമ്പത്യം തകരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മക്കളായിരിക്കും. വിജയുടെയും സംഗീതയുടെയും മക്കൾ അമ്മയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതും ഒരുപക്ഷെ അവർ കണ്ട സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടാകാം. അപ്പൊ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? വിജയ് തൃഷ സൗഹൃദത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.